എല്ലാ വർഷവും ജൂൺ മാസത്തിലെ 3-ാമത്തെ ഞായറാഴ്ച ഫാദേഴ്സ് ഡേ ആയി ആചരിക്കപ്പെടുകയാണല്ലോ. എവിടെയോ വായിച്ചതായി ഓർക്കുന്നു. വായിച്ചതിൽ ഏറ്റവും നല്ല പുസ്തകം അമ്മയാണെങ്കിലും വായിക്കാൻ വെളിച്ചം പകർന്നു തന്നത് അച്ഛനായിരുന്നു. വിശുദ്ധ വേദപുസ്തകത്തിലും ഒരുപാട് പിതാക്കന്മാരെക്കുറിച്ച് നാം കാണുന്നുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തെ അടിസ്ഥാനമാക്കി 2024 ജൂൺ 16 ഫാദേഴ്സ് ഡേയോടനുബന്ധിച്ച് സെന്റ് ജോൺ സൺഡേ സ്കൂളിലെ ക്വിസ് ക്ലബ്ബ് ഒരുക്കിയ ക്വിസ് മത്സരം. ആദ്യത്തെ ചോദ്യം ടീം എയോടാണ്. ടീം എയിൽ ആദ്യത്തെ ആളോട്. ഈ ബാലൻ ഗർഭം മുതൽ ദൈവത്തിന് നാസീറായിരിക്കും, അവൻ്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടുവിക്കരുത്. ഇത് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിൻ്റെ ഒരു ന്യായപാലകനെ കുറിച്ചാണ്. ആരാണ് ആ ന്യായപാലകൻ? ആ ന്യായപാലകൻ ശിംശോനാണ്. ചോദ്യം ശിംശോന്റെ പിതാവ് ആര് എന്നുള്ളതാണ്. ഉത്തരം ശരിയാണ്. അടുത്ത് ടീം ബിയോടാണ്. വിശ്വാസികളുടെ പിതാവ് ആരാണ്? അബ്രഹാമിന്റെ പിതാവ് ആരാണ്? ഉത്തരം ശരിയാണ്. ടീം എയിൽ രണ്ടാമത്തെ ആള്. ഉപ്പുതൂണായി പോയ ഒരു സ്ത്രീയെക്കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട്. ആരാണ് ആ സ്ത്രീ? ആ സ്ത്രീ ആരാണ്? റാഹേലോ? ആ സ്ത്രീ, അങ്ങനെ ഒരു സ്ത്രീയെക്കുറിച്ച് ബൈബിളിൽ പ്രസ്താവിക്കുന്നുണ്ട്. ആ സ്ത്രീയുടെ ഭർത്തൃപിതാവ് ആരാണ്? ആ സ്ത്രീയുടെ ഭർത്തൃപിതാവ് ആരാണ്? ഭർത്തൃപിതാവ് എന്ന് വെച്ചാൽ ആരാ? അമ്മായിയച്ഛൻ എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ പിതാവ്. ഭർത്താവ് ആരാണെന്ന് അറിയാതെ ഇങ്ങനെ ഭർത്താവിൻ്റെ പിതാവിൻ്റെ പേരറിയാവുന്നേ? ഭർത്താവ് ലോത്താണ്. ലോത്തിൻ്റെ പിതാവ്? ഉത്തരം ശരിയാണ്. അടുത്ത് ടീം ബിയിൽ രണ്ടാമത്തെ ആള്. ഓബേദ് എന്നത് ഇസ്രായേലിൻ്റെ രണ്ടാമത്തെ രാജാവിൻ്റെ അപ്പച്ചനാണ്. രണ്ടാമത്തെ രാജാവിൻ്റെ അപ്പച്ചൻ എന്ന് പറയുമ്പം രണ്ടാമത്തെ രാജാവിൻ്റെ പിതാവിൻ്റെ അച്ഛനാണ്. ആരാണ് യഹോവയാൽ തിരഞ്ഞെടുക്കപ്പെട്ട ആ രാജാവിൻ്റെ പിതാവ്? ആ രാജാവ് ആരാണെന്ന് മനസ്സിലായോ? ഇസ്രായേലിൻ്റെ രണ്ടാമത്തെ രാജാവ്. ഇസ്രായേലിൻ്റെ രണ്ടാമത്തെ രാജാവിൻ്റെ അപ്പച്ചൻ്റെ പേരാണ് പറഞ്ഞത് ഓബേദ് എന്നുള്ളത്. അച്ഛൻ ആരാണെന്നാണ് ചോദ്യം. ഓബേദ് അപ്പച്ചനാണ്. ആ അപ്പച്ചൻ്റെ മകൻ. പാസ്. ടീം ബിയോടാണ് ചോദ്യം. ഇശായി. ഇശായി ആരാ? ഏത് ചോദ്യത്തിനാണ് പറഞ്ഞ്? ഇശായി ആരുടെ പിതാവാണ്? ഇശായി ആരുടെ പിതാവാണ്? ഇശായി ആരുടെ പിതാവാണ്? ആരാണ് ഇസ്രായേലിൻ്റെ രണ്ടാമത്തെ രാജാവ്? ഇസ്രായേലിൻ്റെ രണ്ടാമത്തെ രാജാവ് ദാവീദ് രാജാവ്. ദാവീദ് രാജാവിൻ്റെ പിതാവ് ഇശായി. ഇശായിയുടെ പിതാവ് ഓബേദ്. കേട്ടോ? ടീം എ മൂന്നാമത്തെ ആള്. നോഹയുടെ പിതാവിൻ്റെ പേരെന്താണ്? നോഹയുടെ പിതാവിൻ്റെ പേരെന്താണ്? ഉത്തരം അറിയാമോ? ഇല്ല. പാസ്. ടീം എ. ലാമേക്ക്. ഉത്തരം ശരിയാണ്. ടീം ബി മൂന്നാമത്തെ ആള്. ഭോഷ്ക് അല്ലെങ്കിൽ കള്ളത്തരത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? പിശാച്. ഉത്തരം ശരിയാണ്. ടീം എ. യേശുവിൻ്റെ ശിഷ്യന്മാരിൽ 2 സഹോദരങ്ങളാണ് യാക്കോബും യോഹന്നാനും.
ആരാണ് ഇവരുടെ പിതാവ്? യേശുവിന് 12 ശിഷ്യന്മാരുള്ളതിൽ 2 പേര് സഹോദരങ്ങളാണ്. അവരുടെ പിതാവ് ആരാണ്? ഉത്തരം അറിയാവോ? ടീം എ പാസ്. സെബദി. ടീം എയുടെ കഴിഞ്ഞ 2 ഉത്തരങ്ങളും പാസ്സായിരുന്നേ. ഓക്കെ. ടീം ബി, കിന്നരവും വേണുവും പ്രയോഗിക്കുന്ന എല്ലാവർക്കും പിതാവായി തീർന്നവൻ എന്ന് വിശേഷിപ്പിച്ചിരുന്ന ആള് ആരാണ്? യൂബാൽ. യൂബാൽ. ഉത്തരം ശരിയാണ്. ടീം എ, ആരാണ് കൂടാരവാസികൾക്കും പശുപാലകന്മാർക്കും പിതാവായി തീർന്നത്? കൂടാരവാസികൾക്കും പശുപാലകന്മാർക്കും പിതാവായി തീർന്നത് ആരാണ്? അല്ല. ടീം എ പാസ്. ഹാബേൽ. യാബേൽ. യാബാൽ. ഉത്തരം ശരിയാണ്. ടീം ബി, യാക്കോബിൻ്റെ 2 ഭാര്യമാരിൽ ഒരാളായിരുന്നു സുന്ദരിയായ റാഹേൽ. ആരാണ് റാഹേലിൻ്റെ പിതാവ്? ലാബാൻ. ലാബാൻ. ഉത്തരം ശരിയാണ്. ശ്രദ്ധിക്കുക, റിസൾട്ട് അനൗൺസ് ചെയ്യാണ്. ക്വിസ് കോമ്പറ്റീഷന് ഗ്രൂപ്പ് എക്ക് 35 പോയിൻറ്റ്സ്, ഗ്രൂപ്പ് ബിക്ക് 45 പോയിൻറ്റ്സും, ഗ്രൂപ്പ് ബിക്ക് ഫസ്റ്റ്.